അപ്പോൾ എല്ലാവർക്കും ഹായ്. നമുക്കിന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. ആദ്യം നമ്മൾ എടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇനി നമ്മൾ രണ്ടാമതായി എടുത്തിരിക്കുന്നത് 1 കപ്പ് കൂവപ്പൊടിയാണ്. ഫൈബറും പ്രോട്ടീനും വൈറ്റമിനും കാർബോഹൈഡ്രേറ്റും ഗോതമ്പ് പൊടിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂവപ്പൊടിയിൽ ധാരാളം സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഈ പൊടികളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ദോശയുടെ പരുവത്തിൽ ബാറ്റർ തയ്യാറാക്കാം. കട്ട പിടിക്കാതെ ഇളക്കി മിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്താലും മതി. നന്നായി കലക്കിയെടുത്ത ബാറ്റർ നമ്മളൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം നമുക്ക് ഓരോ തവി ഒഴിച്ചു കൊടുത്ത് ദോശ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. തവ ചൂടായി കഴിഞ്ഞാൽ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് മാവ് ഒഴിച്ച് പരത്തണം, അല്ലെങ്കിൽ പരത്തുമ്പോൾ വൃത്തിയായിരിക്കില്ല. നമ്മൾ കൂവപ്പൊടി കൊണ്ട് കൂടുതലും കുറുക്കല്ല ഉണ്ടായി കഴിക്കുക. അപ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടാവില്ല. പക്ഷേ കൂവ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണ്ടേ. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ മറിച്ചിടുന്നുണ്ട്. ഇപ്പം നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും തൂവി കൊടുക്കാതെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മേലെ എങ്ങനെ നോക്കിയപ്പോൾ പച്ചരി അരച്ചിട്ട് നമ്മൾ അപ്പം ദോശയാണ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ തനി പച്ചരി ആകുമ്പോൾ ഉണ്ടാകുന്ന പോലെ മേലെ ഒരു വെള്ള കളറിലൊക്കെ കണ്ടു. അപ്പം നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നെയ്യ് തൂവി കൊടുക്കുന്നതാണ് ശരീരത്തിന് നല്ലത്. അപ്പോൾ ഇപ്പോൾ ദോശ ശരിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു തേങ്ങാ ചട്നി കൂടി ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് കൂവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂവപ്പൊടി മേടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ മടിയായിട്ടിരിക്കുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലിലെ മറ്റ് റെസിപ്പികളൂടെ ഒന്ന് കണ്ടു നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പം കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ.